ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളോടും, അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന മതേതര വിശ്വാസികളോട് ഭീകരതയുടെ രാഷ്ട്രീയത്തിനെതിരായി ഐക്യപ്പെടണം എന്ന ആഹ്വാനവുമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഇന്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രാജ്യം വിട്ടുപോകണം എന്ന് ആഹ്വാനം ചെയ്യുന്ന, ഈ രാജ്യത്തെ പൗരന്മാർ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചിന്തിക്കേണ്ട ഗവൺമെന്റ് എന്തു കഴിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന് ഗുണ്ടകളെ അടുക്കളയിലേക്ക് വരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ എഴുത്തുകാര്, ബുദ്ധിജീവികള്, സാംസ്കാരിക നായകന്മാര് അത്തരം ആളുകളെ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ശിക്ഷ വിധിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ ദലിത് ജനവിഭാഗങ്ങളെ ജീവനോടുകൂടി ചുട്ടുകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും പാർട്ടികളെയും ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് നാം ഏവരും അവസാന പ്രതീക്ഷയായി ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇല്ലായ്മ ചെയ്യാൻ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം ഭീകരതയെ തുറന്നു കാണിക്കുക എന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ബാധ്യതയാണ് എന്ന് SDPI മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് മോദി ഭരണത്തിനെതിരെ സംസാരിക്കുന്നത് പോലും രാജ്യദ്രോഹമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മോദിയെ എതിർക്കുക എന്നാൽ അത് രാജ്യത്തെ എതിർക്കലാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അത്തരം